നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് പണം സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പം ജ്യോതിഷപരമായ കാര്യങ്ങളിലൂടെ, അതിൻ്റെ നിയമങ്ങളിലൂടെ നമുക്ക് പണം നമ്മളിലേക്ക് എത്തിക്കാനും അതിന് എന്ത് മാർഗം ചെയ്ത് പണത്തെ ആകർഷിക്കാൻ പറ്റും എന്നുള്ള ചില റെമഡീസ്. ഏറ്റവും പ്രാധാന്യം നമ്മുടെ കർമ്മമാണ്. കർമ്മക്കടം വീഴാണ്ട് നമ്മുടെ കാര്യങ്ങൾ ശരിയാകുന്നതിന് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മങ്ങളിലാണ് ക്ലിയർ ആക്കേണ്ടത്. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ ഒരു പ്രയോജനം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, പണം ജാതകത്തിൽ രണ്ടാമിടം കൊണ്ടാണ് നമ്മൾ പണത്തെ ചിന്തിക്കുക. ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുഷ്ട ദക്ഷിണം വിദ്യാശ്ച വിവിധ ഹേതൽ സർവം ചിന്യം ദ്വിതീയത. ഭർത്തവ്യം അഖിലം വിത്തം, മൊത്തത്തിലുള്ള ധനങ്ങളെയൊക്കെ ചിന്തിക്കേണ്ട സ്ഥാനമാണ് രണ്ടാമിടം. അപ്പം ധനസ്രോതസ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാ? രണ്ടാമിടത്താണ് ധനമിരിക്കുന്നത്. കാലചക്രപ്പടി, കാലമെന്നാൽ എന്താണ്? പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ എവിടെയാണ് പണം ഇരിക്കുന്നത്? രണ്ടാമിടത്ത്. ശരി. അപ്പം രണ്ടാം ഭാവം കാലചക്രത്തിൻ്റെ നാഥൻ ആരാണ്? ശുക്രനാണ്. അപ്പോൾ നമുക്കറിയാം, ശുക്രൻ പണകാരകനാണ്, ധനകാരകനാണ്. അപ്പം നമുക്ക് ചിന്തിക്കണം, ശുക്രൻ പണകാരകനാണ്. അപ്പം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിൽ പണം തരാനായി പ്രാപ്തമായ ഗ്രഹമാണ്. ശരി. അപ്പോൾ ഈ രണ്ടാം ഭാവത്തിൽ ഉച്ചനാകുന്ന ബലം ആരാണ്? രണ്ടാം ഭാവത്തിൽ ഉച്ചമാകുന്ന ഗ്രഹം ചന്ദ്രനാണ്. അപ്പം ധനസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബലം പ്രാപിച്ചു വരുന്ന ഗ്രഹം ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനും പണത്തിൻ്റെ കാരകനാണ്. നമ്മൾ നോട്ട് ചെയ്തു. മൂന്നാമത്, ധനകാരകനായ ശുക്രൻ്റെ മറ്റൊരു രാശിയാണ് തുലാം രാശി. തുലാവും ശുക്രൻ്റെ രാശിയാണ്. അപ്പം ആ ശുക്രൻ്റെ രാശിയായ തുലാൻ രാശിയിൽ ഉച്ചം ഭവിക്കുന്ന ഗ്രഹമാരാണ്? ശനി ഭഗവാൻ. അപ്പം ശനി ഭഗവാനും നമുക്ക് പണത്തെ തരാൻ പ്രാപ്തനാണ്. അപ്പോൾ കാലചക്രത്തിൻ്റെ 10ാം ഭാവവും തൊഴിലിൻ്റെ സ്ഥാനാധിപത്യവും 11ാം ഭാവം പെരുമ്പണത്തിൻ്റെ സ്ഥാനവും നമ്മളിലേക്ക് എത്തിച്ചേർക്കുന്ന ഭാവവും 11ാം ഭാവം. അപ്പം 10ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹം ശനി ഭഗവാൻ, ശുക്രൻ മഹാലക്ഷ്മി, ആ മഹാലക്ഷ്മിയുടെ വീട്ടിൽ പോയി ഉച്ചമാവുകയാണ്. അപ്പം ശനി ഭഗവാനും പണത്തിൻ്റെ സ്രോതസ് ഭയങ്കരമായിട്ട് വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്, വ്യാഴം. അപ്പം വ്യാഴമെന്ന ഗ്രഹം കാലചക്രത്തിൻ്റെ ഭാഗ്യാധിപനാണ്. ഭാഗ്യമില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഭാഗ്യാധിപനായ കോടീശ്വര സ്ഥാനാധിപനായ ഗ്രഹം കാലചക്രത്തിൻ്റെ 4ാം ഭാവമായ ചന്ദ്രൻ്റെ രാശിയിൽ ഉച്ചം പ്രാപിക്കുന്നു. കർക്കടകൻ രാശിയിലാണ് കോടീശ്വര ഗ്രഹമായ വ്യാഴം പോയി ഉച്ചമാകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ശുക്രൻ, ചന്ദ്രൻ, ശനി, വ്യാഴം, ഈ 4 ഗ്രഹങ്ങളും പണത്തിന്
ആധീനിത്യമുള്ള ഗ്രഹങ്ങളാണ്. ഇപ്പം നമുക്കറിയാം പണം തരുന്നത് ആരാണ്? മഹാലക്ഷ്മിയാണ് നമുക്ക് പണം തരുന്നത്. ഒരു കഥ, ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഗ്രഹം ശുക്രന്റെ രാശിയിൽ ഉച്ചമാകുന്നു. ശുക്രൻ വ്യാഴത്തിൻ്റെ രാശിയിൽ ഉച്ചമാകുന്നു. വ്യാഴം ചന്ദ്രൻ്റെ രാശിയിൽ ഉച്ചമാകുന്നു. മൂന്ന് തമ്മിലുള്ള ബന്ധം കേട്ടോ. ശനി ഭഗവാൻ തുലാം രാശിയിൽ ഉച്ചമാകുന്നു. ശുക്രൻ്റെ രാശിയിൽ. ശുക്രൻ ശനി യോഗം, മഹാലക്ഷ്മി യോഗം. ചന്ദ്രൻ ഗുരു യോഗം, ഗജകേസരി യോഗം. ഗുരു ശുക്രൻ യോഗം, കോടീശ്വര യോഗം. അപ്പം ഇങ്ങനെ കോർത്തിണക്കി ഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തി യോഗീശ്വരന്മാർ പണസ്രോതസ്സുകൾക്ക് ബന്ധപ്പെടുത്തിയ നിയമങ്ങളെ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളെ കണക്റ്റ് ചെയ്താൽ പണം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒന്ന്, ചന്ദ്രൻ. ആദ്യമേ ചന്ദ്രനെ പ്രീതിയാക്കണം. ചന്ദ്രൻ ആരാണ്? കുലദൈവം. പണം വരണമെങ്കിൽ ആദ്യമേ പോയി കുലദൈവത്തെ പോയി കാണണം. ശരി, കുലദൈവത്തെ പോയി കണ്ടു. അപ്പോൾ എന്തായി? പണത്തിൻ്റെ ഫസ്റ്റ് സ്രോതസ് ജസ്റ്റ് ഓപ്പൺ. അപ്പം ചന്ദ്രൻ്റെ രാശി ആർക്ക് കൊടുത്തു? ചന്ദ്രൻ്റെ വീട് ആർക്കാ വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്? ഉച്ചം ഭവിക്കാൻ ആർക്കാ കൊടുത്തേക്കുന്നത്? വ്യാഴത്തിന്. ശുക്രൻ ആരാണ്? മഹാലക്ഷ്മി. വ്യാഴം ആരാണ്? നാരായണൻ. അപ്പോൾ ചന്ദ്രൻ്റെ വീട്ടിൽ വ്യാഴത്തിന് ഉച്ചാവകാശം കൊടുത്തപ്പോൾ ആര് പ്രസാദിക്കും? വ്യാഴമായ മഹാവിഷ്ണു ഭഗവാന് വീട് കൊടുത്ത ചന്ദ്രനെ മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി പ്രസാദിക്കും. അപ്പം ശുക്രൻ ആർക്ക് വീട് കൊടുത്തു? ചന്ദ്രന് വീട് കൊടുത്തു. ഉച്ചാവകാശത്തിന് വീട് കൊടുത്തു. ശുക്രൻ എവിടെ പോയി നിൽക്കുന്നു? ഉച്ചാവകാശം മഹാവിഷ്ണു ഭഗവാനുമൊത്ത് കടലിൽ, പാലാഴിയിൽ. ഇതാണ് മീനം രാശി. മീനം രാശിയോടാണ് കടൽ, പാൽക്കടൽ. ആ കടലിൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും പള്ളി കൊള്ളുന്ന സ്ഥലം മീനം രാശി. അപ്പം മീനം രാശിയിൽ ശുക്രനും വ്യാഴവും യോഗം വന്ന ജാതകർ കോടീശ്വര യോഗമണയും. ഒരു മാറ്റവുമില്ല. അപ്പോൾ ആദ്യം കുലദൈവത്തെ പോയി കാണണം. രണ്ടാമത് നാരായണനെ പോയി കാണണം. മൂന്നാമത് മഹാലക്ഷ്മിയെ പോയി കാണണം. നാലാമത് നമ്മുടെ കർമ്മത്തെ ക്ലിയർ ആക്കണം, ശനി ഭഗവാനെ. അപ്പോൾ സാമാന്യനെ നമുക്ക് പോകേണ്ട ഏതൊക്കെ അമ്പലങ്ങളിലാവും? ഒന്ന്, കുലദൈവത്തെ പോയി കാണണം. രണ്ട്, വിഷ്ണു ക്ഷേത്രം. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കണം. മൂന്നാമത് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തണം, പ്രാർത്ഥന ചെയ്യണം. നാലാമത് ശനി ഭഗവാനെ പോയി കാണണം. ഈ 4 പേരെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പണത്തിന് മുട്ടിക്കത്തില്ല. ഇത് നമുക്ക് നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുലദൈവ വഴിപാട്, വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട്, മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വഴിപാട്, ശനീശ്വര ക്ഷേത്രത്തിൽ വഴിപാട്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു മാസത്തിൽ പോയി മുടങ്ങാതെ പൊക്കോണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെ പോയി നമ്മുടെ ധനവരവിന് വേണ്ടി നമ്മൾ വഴിപാടും പൂജകളും പ്രാർത്ഥനകളും റിക്വസ്റ്റും ചെയ്യുന്നുണ്ടെങ്കിൽ
പണത്തിൻ്റെ സ്രോതസ്സ് പതുക്കെ 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 അഴിഞ്ഞ് നമ്മളിലേക്ക് വരാനായിട്ട് സാഹചര്യമാകും. പിന്നെ കർമ്മദോഷങ്ങൾ കൊണ്ട് നമുക്ക് പണതടസ്സങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ ലോക്കഴിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകണം. ഫസ്റ്റ്, നേരെ കർമ്മക്കടം വിടുന്നതിന് വേണ്ടി നേരെ ശനീശ്വര ഭഗവാനെ പോയി കാണണം. അതെങ്ങോട്ട് പോകും? നേരെ തിരുനല്ലാറ് ശനീശ്വര ക്ഷേത്രത്തിൽ പോയി ശനി ഭഗവാനെ കണ്ട് തൊഴുത് അർച്ചന നടത്തി നമ്മളാൽ കഴിയുന്ന ദാനങ്ങൾ പുറത്തിരിക്കുന്നവർക്ക് ചെയ്യുക. ഫസ്റ്റ് താക്കോൽ അവിടുന്ന് കിട്ടും. രണ്ടാമത് ചന്ദ്രൻ. ചന്ദ്രൻ ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളെവിടെ പോകണം? നേരെ തിരുപ്പതിക്ക് വിട്ടോണം. നേരെ തിരുപ്പതി പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ഹുണ്ടിയിൽ ധനം കൊടുക്കണം. അത് നമുക്കറിയാമല്ലോ, കുബേരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കടം. അപ്പം കടം വീടുന്നതിന് വേണ്ടി തിരുപ്പതി ഭഗവാന്റെ ഹുണ്ടിയിൽ നമ്മളാലാകുന്ന പൈസ ഇട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ താക്കോലും അവിടുന്ന് കിട്ടും. മൂന്നാമത്തെ താക്കോല് ഗുരു പ്രസാദിക്കണം. അപ്പോൾ ഗുരു ആക്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് തിരുച്ചെന്തൂർ. അപ്പോൾ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ പോയി മൂന്നാമത് പോയി കണ്ടാൽ, അവിടെ ഭഗവാനെ പോയി കണ്ട് അവിടുത്തെ കടലിൽ പോയി നീരാടിക്കഴിഞ്ഞാൽ ഗുരു ഭഗവാൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. മൂന്നാമത്തെ താക്കോൽ അവിടുന്ന് കിട്ടും. നാലാമത്തെ താക്കോൽ നേരെ ശ്രീരംഗത്തോട് വിട്ടോണം. ശ്രീരംഗം പെരുമാളിനെ പോയി കാണണം. മഹാലക്ഷ്മി, അവിടെയാണ് ശുക്രന് ഉച്ചമാകുന്ന സ്ഥലം. അപ്പം ശ്രീരംഗം ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വെള്ളിപ്പണം ദാനം ചെയ്യണം. നമ്മളാൽ കഴിയുന്ന ഒരു വെള്ളിത്താലിയാകാം, വെള്ളിയുടെ എന്ത് വേണേ, നമുക്കിപ്പോൾ ഒരു വെള്ളി കോയിൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കോയിൻ കൊടുക്കാം, വെള്ളി വിളക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ വിളക്ക് കൊടുക്കാം, എന്ത് വേണം. നിങ്ങളാലാകുന്ന ഒരു വെള്ളി താലി കൊടുക്കാനേ നിങ്ങൾക്ക് പറ്റുന്നുള്ളെങ്കിൽ ആ വെള്ളി താലി കൊണ്ട് ഹുണ്ടിയിലിട്ടിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു വർഷത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ലക്ഷപ്രഭുവാകാനുള്ള ചാൻസസ് പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുക്കിത്തരും. ഒരു മാറ്റവുമില്ല. ഇത് അനുഭവം കൊണ്ടാണ് ഈ പറയുന്നത്. പല ആൾക്കാരും പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുക്കൽ തന്നെ ഒരുപാട് പ്രശസ്തരായിരിക്കുന്ന ആൾക്കാർ, അതായത് ഫിലിം മേഖലയിലുള്ള ആൾക്കാർ, രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ നമ്മുടെയൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്ത് നോക്കുന്നതാണ്. ഇവരൊക്കെയും ഇവരുടെയൊക്കെ ലൈഫിൽ മാറ്റങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് വീണ്ടും 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 ഒരുപാട് അപ്പോയിൻമെൻറ്റ് വരുന്നതും നമുക്കതിനുള്ള പ്രയോജനങ്ങളുണ്ടാകുന്നതും. ഇപ്പം സിനിമാ നടി നയൻതാരയുടെ ജാതകം ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അവർക്ക് കൊടുത്ത പരിഹാരങ്ങൾ അവർക്ക് നന്നായി വന്നപ്പോൾ അവർക്ക് ഓൾറെഡി ജാതകത്തിൽ യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോഗം അവർക്ക് ബലപ്പെട്ടപ്പോഴേക്കും അവർ ഉയർന്ന നിലയിലേക്ക് പോയി. ഇപ്പം നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ കല്യാൺ രാമൻ, ഇവരുടെ കുടുംബത്തിലുള്ള പല ആൾക്കാരുടെയും ജാതകങ്ങൾ നമ്മൾ നോക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, അവരുടെ കർമ്മദോഷങ്ങൾ മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാവും. അതുകൊണ്ട് നമുക്കും അതിൻ്റെ പ്രയോജനങ്ങളുണ്ടാവും. അപ്പം അപ്പോയിൻമെൻറ്റ് എടുക്കാത്ത ആൾക്കാർക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്താം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കർമ്മക്കടം, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തോ ആ കർമ്മത്തിന് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്. കർമ്മ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെയും അനുകൂലമായി വരുള്ളൂ. അപ്പം ഈ പണം സംബന്ധമായിട്ടുള്ള കർമ്മകാര്യങ്ങൾ നാട്ടിൽ തന്നെ ചെയ്യാൻ പറഞ്ഞ വഴിപാട് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ നമുക്ക് തൽക്കാലത്തേക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടെ കൂടിയ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.